നമ്മുടെ ഐഫോണിൽ കുറേയധികം ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ കുറേയധികം ഹിഡൻ ആയിട്ടുള്ളതും അണ്ടർ റേറ്റ് ആയിട്ട് പോകുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ ഇന്നുവരെ അറിഞ്ഞിട്ടുമില്ല, യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഒരു എവിക്കയുടെ ആപ്ലിക്കേഷൻ സീരീസിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേയധികം ഐഫോണിന്റെ ഹിഡൻ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം, നിങ്ങൾക്കും ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ തരാൻ പറ്റും. എങ്ങനെയാണല്ലേ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഓരോ ഹിഡൻ ആയ ആപ്ലിക്കേഷൻസും അതേപോലെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ആപ്ലിക്കേഷൻസും നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻസ് ഞാൻ യൂസ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ പറയും. അതോടൊപ്പം ഇത് ആരാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ടാകും. സോ ഇതേപോലെ ഐഫോണിനെ പറ്റിയും ആപ്പിൾ പ്രോഡക്റ്റിനെ പറ്റിയും എക്കോസിസ്റ്റം അറിയാനും എല്ലാം നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു അടിപൊളിയാക്കാനാണ് നിങ്ങളെ തേടിത്താൻ പോകുന്നത്. സോ ദിസ് ഈസ് എബിൻ സേവിയർ ആൻഡ് വെൽക്കം ടു ഐഫോൺ ഹിഡൻ ആപ്സ് പാർട്ട് 1. നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ക്ലോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബാക്കിലേക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഐഫോണിൽ ഏറ്റവും മിനിമലായിട്ടും അതേപോലെ എസ്തെറ്റിക് ആയ ക്ലോക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതാണ് ആ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡ് എന്ന ഓപ്ഷൻ തരുന്നുണ്ട്. ആ ഓപ്ഷനിൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലോക്കുകളും അതിൻ്റെ ഫീച്ചേഴ്സും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഐഫോണിൻ്റെ ആ ലുക്കിനെ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യും. നിങ്ങൾ ഇതേപോലെ ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെസ്കിൽ ഫോൺ വെച്ച് വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം ഓഫീസിലോ എവിടെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഐഫോണിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ സ്റ്റാൻഡ് ബൈ മോഡിലെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഇതിൽ കുറേയധികം ബാക്ക്ഗ്രൗണ്ടുകൾ, ഫോണ്ടുകൾ, കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എങ്ങനെ ഈ പറയുന്ന ഡിവൈസ് നമ്മുടെ ചാർജ് കുത്തും തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ക്ലോക്ക് ചാർജിന് വെക്കും തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട, ഓൾറെഡി ഞാൻ ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം ഒരു ഓട്ടോമേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓട്ടോമേഷൻ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ഓട്ടോമേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലസ് ബട്ടൺ അവിടെ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചാർജിങ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ചാർജ് കുത്തുമ്പോഴാണല്ലോ ഈ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ ഇമ്മീഡിയറ്റ്ലി എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഷോർട്ട് കട്ട് ഇല്ലേ, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോക്ക് എന്ന ഓപ്ഷൻ ഇതിൽ ഓട്ടോമേഷൻ റൺ ചെയ്യാൻ സെറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ എപ്പോൾ ഫോൺ ചാർജ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്ലോക്ക് എന്ന ഓപ്ഷൻ പോപ്പപ്പ് ആവുകയും നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ആ ഡെസ്കിനെ നല്ല രീതിക്ക് ലുക്ക് വൈസ് എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ആപ്പിളാണ്. എന്തിനാണല്ലേ, പ്രൊഫഷണൽ വൈസ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ ഐഫോൺ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ പല സമയത്തും പല ആൾക്കാരും നമ്മുടെ ഈ പറഞ്ഞ ഡിഫോൾട്ട് ക്യാമറയില്ലേ അതിൽ ഷൂട്ട് ചെയ്യുന്ന കണ്ടുണ്ട്. ഈ ഒരു ഫൈനൽ കട്ട് ക്യാമറ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫോർമാറ്റ് ചൂസ് ചെയ്യാം, അതിൻ്റെ ഫ്രെയിം റേറ്റ് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് മൈക്കിൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു ഓഡിയോ ഇൻപുട്ടും ഔട്ട്പുട്ടും ചൂസ് ചെയ്യാം, ഏത് ഫോർമാറ്റിൽ ഏത് ലോഗിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓറിയൻറ്റേഷൻ ഇല്ലേ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതേപോലെ പോർട്രേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ക്യാമറ ഇങ്ങനെ തന്നെ വെച്ച് എനിക്ക് ലോക്ക് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഗിംബലിലോ ബാക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ക്യാമറ ഇവിടെയല്ലേ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ക്യാമറ തിരിക്കാനോ വളക്കാനോ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണോ അതേപോലെ ലോക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഈ പറഞ്ഞ ഫൈനൽ കട്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് മാനുവലായിട്ട് ഈ പറഞ്ഞ ഷട്ടർ സ്പീഡ്, എക്സ്പോഷർ, ഫോക്കസ്, ISO ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആപ്പിളിൻ്റെ നേറ്റീവ് ക്യാമറ ആപ്ലിക്കേഷനാണ് ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ വൺസ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഔട്ട്പുട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഈ പറഞ്ഞ ഐഫോൺ വീഡിയോഗ്രാഫേഴ്സ് ഇല്ലേ, അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും എനിക്ക് 100% ഷുവറാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് കിട്ടും. ഫോർ ഷുവർ. നിങ്ങൾ
ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അതേപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾ സ്റ്റോറി ആയിട്ട് അതിൻ്റെ ഔട്ട് നല്ല രീതിക്ക് കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അതിലെടുക്കുന്ന റോ വീഡിയോ ആയിക്കോട്ടെ, അത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റഗ്രാം പേജില്ലേ, എവിക്ക @എവിക്ക എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്, അതിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. നിങ്ങളുടെ ആ ഒരു വർക്ക് ഞാനും കാണാം, എനിക്കും കാണാമല്ലോ. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്രമാത്രം പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കാണുമ്പോഴും സന്തോഷമാണ്, എൻ്റെ ടീമിനും സന്തോഷമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളതിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറ, ഇത് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഐഫോൺ വീഡിയോഗ്രാഫി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മളെ ടാഗ് ചെയ്യും. നമുക്കും അത് റീപോസ്റ്റ് ചെയ്യാം, നമുക്കും അതൊരു വലിയ സന്തോഷമാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ് ചെയ്യുക. എക്സ്പോഷറും ISOയും ഷട്ടർ സ്പീഡും ഡേ ലൈറ്റും അതേപോലെ നമ്മുടെ കളേഴ്സും എല്ലാം നിങ്ങൾക്ക് അതിൽ കൺട്രോൾ ചെയ്യാം. ആപ്പിൾ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മൾട്ടി ക്യാം എന്ന ഓപ്ഷൻ. ഇപ്പം നിങ്ങളുടെ ഐഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, ഐപാഡിൽ നിങ്ങൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സിംഗിൾ ക്യാമറയിലാണ്. ഫൈനൽ കട്ട് ക്യാമിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ FCC എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കട്ട് ക്യാമറ എന്ന ഓപ്ഷൻ, ഞാനിപ്പോൾ മൾട്ടിപ്പിൾ ക്യാമറ വെച്ചു, എനിക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഐപാഡിൽ പറ്റും. ലൈവ് മൾട്ടി ക്യാമറ വരെ ഓപ്ഷൻസ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ FCC ആണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അടുത്തൊരു ആപ്ലിക്കേഷനാണ് ബ്ലാങ്ക് സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു പേര് കേൾക്കുന്നതിനറിയാം, ബ്ലാങ്ക് സ്പേസ്. ഞാൻ പേഴ്സണലി ഇപ്പോൾ ഞാൻ മാത്രമല്ല ഭൂരിഭാഗം ആൾക്കാരുടെയും ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ സമയം എവിടെ പോകുന്നത്, ഫോണിൽ ഈ തോണ്ടലാണ്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് അതിലൊരു മടിയില്ല, കള്ളത്തന്നെ പറയാൻ എനിക്കൊരു ആവശ്യമില്ല. ഞാൻ എൻ്റെ 24 മണിക്കൂറിൽ കുറേ പ്രൊഡക്റ്റീവ് ടൈമും കുറേ ക്വാളിറ്റി ടൈമും ചുമ്മാ ഈ റീൽസ് തോണ്ടി സ്വൈപ്പിംഗ് കാരണം പോകാറുണ്ട്. എത്ര പേർക്ക് അതുണ്ടാവും? സോ ഈ ഒരു ഹോബി കുറക്കാണ്ട് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു ഫോണാണ്. ആ പറഞ്ഞ കാര്യം നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു 2025 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഐഫോണിൽ ഈ പറഞ്ഞ ബ്ലാങ്ക് സ്പേസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം, സേഫ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കലണ്ടർ, ഫോൺ ആപ്പ്, ഫോട്ടോസ് ആപ്പ്, അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നെസസറി ആയിട്ട് വരുന്ന കുറച്ച് കാൽക്കുലേറ്റേഴ്സ്, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു എസ്തെറ്റിക് ലുക്കിലേക്ക് ഐഫോൺ മാറ്റാൻ പറ്റും. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ലുക്കും ഉണ്ടാവും, അതേപോലെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ അൺലോക്ക് ചെയ്താലും ഇത്ര ആപ്ലിക്കേഷൻസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് ടൈം മാക്സിമം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും അതിൽ ഫോക്കസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക ജം തന്നെയാണ്. എൻ്റെ കുറേ സമയം ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ മനസ്സിലാക്കി കുറച്ചും കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വർക്കിലാണ്, വെറുതെ ഡിസ്ട്രാക്റ്റഡ് ആവണ്ട. കാരണം എൻ്റെ ആ ആപ്ലിക്കേഷൻ ഞാൻ കാണുന്നില്ലല്ലോ. നമ്മളൊന്ന് കണ്ടാലേ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുള്ളൂ, അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഡക്റ്റീവ് ടൈമും ക്വാളിറ്റി ടൈമും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. സോ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്നാപ്സീഡ് എന്ന് പറയുന്നത്. ഈ ഒരു പേര് കേൾക്കുന്നത് ഇപ്പൊ 100 കൂട്ടം ആൾക്കാർ പൊങ്കലിടാൻ വരും. അയ്യേ, ഇതാണ് നിന്റെ ഇത്രയും വലിയ ഹിഡൻ ആപ്പ്, ഇതാണ് നിന്റെ ഇത്രയും വലിയ കണ്ടുപിടുത്തം എന്ന് പറയാൻ. ഞാൻ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും പഠിച്ചിട്ടില്ല വന്നതാണ്. അതേപോലെ 100 പേരിൽ 80 ആൾക്കാർക്ക് സ്നാപ്സീഡ് അറിയാൻ പറ്റും. ആ 20 പേരില്ലേ, ബാക്കിയുള്ള 20 പേര് അവർക്കിത് ഹെൽപ്ഫുൾ അല്ലേ. ഞാനിത് ഹിഡൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നില്ല, പക്ഷേ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ സ്നാപ്സീഡ്. യെസ്, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരു ഫോട്ടോ എഡിറ്റർ ആക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റിംഗ് മേഖലയ്ക്ക് പിച്ച വെച്ച് നടക്കുന്ന ഒരാളില്ലേ, അവർക്ക് ഏറ്റവും അടിപൊളിയായ ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ്സ് ഇല്ല, സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇല്ല, ഒരു എന്താ പറയുക ബഗ്ഗില്ല, ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടും ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്നാപ്സീഡിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഫുൾ UI മാറ്റിയവർ. പക്ഷേ
ഈ പറയുന്ന ഓപ്ഷൻ വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ നിങ്ങളുടെ ടൂളുകൾ, ടെക്സ്റ്റ്, ഈ പറഞ്ഞ കർവ്, സെലക്ട്, ബ്രഷ്, ഈ പറഞ്ഞ 4 അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയ ടൂൾസുകൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല പുതിയ പുതിയ ഫിൽറ്റേഴ്സും ബാക്കിയാണ് സെലക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസും പുതിയ സ്നാപ്സീഡിൽ വന്നിട്ടുണ്ട്. സ്നാപ്സീഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിക്ക് അത് പെട്ടെന്ന് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും പേഴ്സണലി ഞാൻ ലൈറ്റ് റൂം യൂസ് ചെയ്യാറുണ്ട്, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാറുണ്ട്, ക്യാൻവ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ പോലും ഇത് ഇപ്പോഴും ഞാൻ പറയാം, ചില സമയത്ത് നമ്മൾ ഐഫോണിൽ ഫോട്ടോ എടുക്കും, ഒരു വാട്ടർ ഡ്രോപ്പോ അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ ഫോട്ടോസ് പെട്ടെന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എഡിറ്റിങ്ങിൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ഇല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഇല്ല ഞാൻ പറയില്ല. ഇപ്പോൾ ലൈറ്റ് റൂമിലൊക്കെ നമുക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ ലൈറ്റ് റൂമിൽ നമുക്ക് കുറേ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. സ്നാപ്സിൽ അത്ര വലിയ എന്താ പറയുക റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കാനില്ല. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ. സോ സ്നാപ്സീഡ് എന്ന് പറയുന്നത് ഒരു അണ്ടർ റേറ്റഡ് ആപ്ലിക്കേഷൻ മാത്രമല്ല, നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ് എന്ന് പറയുന്നത്. ഇതൊരു ഹിഡൻ ആപ്ലിക്കേഷനാണ്. അറിയാത്തവർക്ക്, അറിയുന്നവർക്ക് ഓക്കെ ശരി ആയിക്കോട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയില്ലാത്തവര്, ഞാനും ഓരോ ദിവസം പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചിലപ്പോൾ അത് മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാവും, മറ്റുള്ളവർ കാണാത്ത ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാൻ ചിലപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് കാണാത്ത ആൾക്കാർക്ക് എന്തായാലും ഹിഡൻ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞ 4 ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ഇതിനകത്തോട്ട് കമന്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലെ അണ്ടർ റേറ്റഡ് ആയി പോകുന്നതും അതേപോലെ ഹിഡൻ ആയിട്ട് വരുന്ന കൂടുതൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ ആപ്സുകളുണ്ട്, അത് താഴത്ത് കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോസിലോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന വീഡിയോസിലോ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എന്തായാലും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിളിന്റെ കാര്യവും ഐഫോണിന്റെ കാര്യവും ആപ്സും എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, വേർത്തിട്ടാണ്. വേറെ ഒരു സ്ഥലത്തും കിട്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ ചാനൽ നിങ്ങൾക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ജെബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.